ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും നന്നായി അറിയാവുന്നവയോട് സത്യസന്ധത പുലർത്താതിരിക്കുക എന്നതാണ് ജീവിതത്തിലെ ഒരേയൊരു യഥാർത്ഥ പരാജയം. ബുദ്ധൻ. കേരളത്തിന്റെ ഉൾനാടൻ ഒരു ഗ്രാമത്തിൽ സ്വപ്നങ്ങൾ ചുമലിൽ ചുമന്നു നടന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അജയൻ. ആരോടും ഒരക്ഷരം മിണ്ടാതെ, എന്നാൽ കണ്ണുകളിൽ അനേകം കഥകൾ ഉറങ്ങുന്ന ഒരാൾ. കലാകാരനാകുക എന്നതായിരുന്നു അജയന്റെ ഏറ്റവും വലിയ മോഹം. ജീവിതത്തിന്റെ കാൻവാസിൽ നിറങ്ങൾ തെളിയിക്കുന്ന ഒരു മാജിക് പേനയുടെ ഉടമയാകാൻ അയാൾ വെമ്പൽ കൊണ്ടു. പക്ഷേ അജയന്റെ വീട്ടിൽ കലാമോഹങ്ങൾ ഒരു വിഡ്ഢിത്തമായിരുന്നു. പുരയിടത്തിൽ ഫലം തരുന്ന മാവിൻ തൈകളല്ലേ വേണ്ടത് എന്ന് രാപ്പിടിച്ച കൈകളോടെ അച്ഛൻ അലറി പറയുമായിരുന്നു. ചിത്രകലയുടെ പിന്നാലെ നടക്കുന്നവർ വിശന്നു മരിക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ പൊതുവിശ്വാസം. എന്നാൽ അജയൻ തളർന്നില്ല. പകൽ കൃഷിപ്പണി ചെയ്തുകൊണ്ട് ഉപജീവനം കഴിഞ്ഞ അയാൾ രാത്രികളിൽ ചുവരിൽ കരിത്തുണ്ടുകൊണ്ട് സ്വപ്നങ്ങൾ വരച്ചു. പഴയ പുസ്തകങ്ങളിൽ നിന്ന് കലയുടെ തന്ത്രങ്ങൾ മോഷ്ടിച്ചു. മഴത്തുള്ളികൾ പെയ്തിറങ്ങുമ്പോഴും രാത്രി കാക്കകളുടെ കരച്ചൽ മുഴങ്ങുമ്പോഴും അജയന്റെ കൈകൾ ചലിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നാട്ടിലെ പ്രസിദ്ധ ചിത്രകാരൻ മാധവൻ മാഷ് ഗ്രാമത്തിലെത്തി. അജയന്റെ ചിത്രകലാവൈഭവം കണ്ട മാഷ് ആശ്ചര്യപ്പെട്ടു. വിദ്യാലയത്തിൽ പഠിക്കാൻ ക്ഷണിച്ചു. നിലത്തു പരിച്ച കലയല്ല യഥാർത്ഥ കല എന്നും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം സ്വന്തം കഴിവുകളെ ഒരിക്കലും പ്രകടിപ്പിക്കാതെ ജീവിക്കലാണെന്നും മാഷ് അജയനെ പഠിപ്പിച്ചു. ഇരുട്ടിൽ വരച്ച സ്വപ്നങ്ങൾക്ക് ഇനി വെളിച്ചം കിട്ടാനുള്ള സമയമായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുകൾക്കിടയിലും അജയൻ മാധവൻ മാഷിനൊപ്പം കലാലയത്തിലേക്ക് പോയി. അവിടെ മികവു തെളിയിച്ച അജയൻ ഇന്ത്യയുടെ ഇടനാഴികളിലൂടെയും ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെയും തന്റെ കലാസൃഷ്ടികളിലൂടെ ചുവടുവച്ചു. അയാളുടെ ചിത്രങ്ങളിൽ ഗ്രാമങ്ങളുടെ ഗന്ധം, മഴയുടെ തണുപ്പ്, മനുഷ്യന്റെ ആത്മാവിന്റെ നിറങ്ങൾ എന്നിവ എല്ലാം നിറഞ്ഞുനിന്നു. അജയൻ ഒരു ഇതിഹാസമായി. കരകാഞ്ചിയില്ലാത്ത കളത്തിൽ വിത്തുപാകി സൂര്യകിരണത്തിൽ ഒരു തൈയെ വളർത്തിയെടുത്ത കഥയായി. നിങ്ങളുടെ കഴിവുകളോട് വിശ്വസ്തത പുലർത്തലാണ് യഥാർത്ഥ വിജയമെന്നും ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്ന സ്വപ്നങ്ങൾക്ക് വെളിച്ചം നൽകാൻ ധൈര്യം കാണിക്കണം. കഥ ഇവിടെ അവസാനിക്കുന്നു. അജയന്റെ യാത്ര തുടരുന്നു. കലയുടെ പുണ്യക്ഷേത്രങ്ങളിലൂടെ, ഇടറലുകളും വിജയങ്ങളും കൈകോർത്ത പാതയിലൂടെ. ഒരിക്കൽ പ്രശസ്തമായ ഒരു ഗാലറിയിൽ പ്രദർശനം നടത്തുമ്പോൾ പ്രശംസയുടെ കയ്യടികൾക്കിടയിലും ഒരു നിരാശ അജയനെ പിന്തുടർന്നു. അച്ഛന്റെ നിഴൽ ചിത്രം പോലെ അത് അയാളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കല ലോകത്തിന് കാണിച്ചു എന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ ഒരു കടമ നിറവേറ്റാനാണ് അയാൾ ചെന്നത്. മാവിൻ തൈകളുടെ ഇടയിൽ അച്ഛനെ കണ്ടതും സങ്കടത്തോടെ കാലുകൾ മടക്കിയിരുന്നു. അച്ഛാ, ഞാൻ വിജയിച്ചോ? അജയൻ മന്ത്രിച്ചു. അച്ഛന്റെ കരുവായ കൈകൾ മകന്റെ തോളിൽ തടവി. നീ എന്റെ നെഞ്ചിലുണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളെയും പൂവണിപ്പിച്ചു. കൃഷിയിടത്തിൽ നിന്ന് കലാകാരനായ നീ എന്റെ അഭിമാനമാണ്. ആ ചിരിയിൽ എതിർപ്പല്ല, അഭിമാനമാണ് നിറഞ്ഞിരുന്നതെന്ന് അജയൻ മനസ്സിലായി. തന്റെ നേരത്തെ തീരുമാനം എത്ര അഹന്തയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. സ്വന്തം കുടുംബം, ഗ്രാമം എന്നിവയെ ഉൾക്കൊള്ളാതെ കല പൂർണ്ണമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അന്നുമുതൽ അജയന്റെ കല ഗ്രാമത്തിന്റെ ചുവരുകളിൽ, നാടൻപാട്ടുകളിൽ, കർഷകരുടെ കഠിന ജീവിതത്തിന്റെ ചിത്രീകരണങ്ങളിൽ പുതിയ ജന്മം കണ്ടെത്തി. ലോകത്തെ കീഴടക്കാതെ തന്റെ വേരുകൾ ഉറപ്പിച്ച മണ്ണിനെ പരിപോഷിപ്പിച്ചു. അതെ, the only real failure in life is not to be true to the best one knows. ആ ജ്ഞാനം അജയൻ സ്വന്തമാക്കാൻ കഴിഞ്ഞു. കലയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രമായ സ്വയം തിരിച്ചറിവിന്റെ നിറങ്ങൾ തേടുന്ന യാത്രയാണ് അജയന്റെ കഥ പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്ര. കലലോകത്തിന്റെ നെരുപ്പിൽ നിന്ന് ഗ്രാമത്തിന്റെ മടിയിലേക്ക് തിരിച്ചെത്തിയ അയാൾ ഒരു പുതിയ തീപ്പൊരിയായി മാറി. നാടൻകലകളെ പുനരുജ്ജീവിപ്പിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുമുള്ള ദൗത്യം ഏറ്റെടുത്തു. കലാരാത്രികൾ സംഘടിപ്പിച്ചു. കുട്ടികളെ പെയിന്റും ബ്രഷും നൽകി ഗ്രാമത്തിന്റെ ചുവരുകളിൽ മ്യൂറൽ ചിത്രങ്ങൾ വരച്ചു. തന്റെ കലയിലൂടെ ഗ്രാമത്തിന്റെ കഥ പറഞ്ഞു. പഴമയുടെയും പുതുമയുടെയും നേർത്ത നൂലിൽ നെയ്ത കഥ. ഒരു ദിവസം പ്രശസ്തമായ ഒരു രൂപകർഷൻ ടീം ഗ്രാമത്തിലെത്തി. അവർ പ്രാചീനമായ ഒരു ക്ഷേത്രത്തിന്റെ ചുവരെഴുത്തുകൾ പുനരുദ്ധരിക്കാൻ കലാകാരനെ തേടുന്നു. മുത്തശ്ശി പറഞ്ഞ കഥകളിലുണ്ടായിരുന്ന ആ ക്ഷേത്രം കണ്ട് അജയൻ ഹരംഭിച്ചു. കരകുഴഞ്ഞ ചുവരുകളിൽ കെട്ടുപിണഞ്ഞ ചരിത്രത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തി. രാപകലുകൾ ഒന്നുചേർന്നു ജോലി ചെയ്ത് ആ കഥകൾ വീണ്ടും പ്രകാശം കൊണ്ടുവന്നു. അജയന്റെ കല ഗ്രാമത്തിന്റെ അതിരുകൾ ഭേദിച്ച് ലോകം കാണാൻ തയ്യാറായി. ഒരു രാജ്യാന്തര കലാപ്രദർശനത്തിൽ ഗ്രാമചിത്രങ്ങൾ അണിനിരന്നു.
കാഴ്ചക്കാർ അമ്പരന്നു മന്ത്രിച്ചു. അജയന്റെ ഗ്രാമം ലോകത്തിന്റെ കാൻവാസിൽ നിറം പിടിച്ചു. പക്ഷേ വിജയത്തിന്റെ നടുവിൽ പോലും അജയന്റെ കണ്ണുനീർ തിളച്ചു. അന്ന് രാത്രി അച്ഛന്റെ ശവകുടീരിന് മുന്നിൽ നിന്ന് അജയൻ മന്ത്രിച്ചു, അച്ഛാ, ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ ലോകത്തിന് കാട്ടി. പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷം ഗ്രാമത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു കാറ്റടിയുമൂത്തി മന്ദമായി ശവകുടീരിനു ചുറ്റും ചെത്തിത്തെഴുതുന്ന ഗ്രാമീണരുടെ സംസാരം കേൾപ്പിച്ചു. അവരുടെ കണ്ണുകളിൽ പ്രകാശം, കലയുടെ പുനർജന്മത്തിന്റെ സന്തോഷം. അതെ, അജയന്റെ വിജയം അയാളുടെ കലയിലല്ല, കലയിലൂടെ ഗ്രാമത്തിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾ നിറവേറ്റിയതിലാണ്. യഥാർത്ഥ കല ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വയം പൂർണ്ണമാകുന്നതും സ്നേഹവും കടമയും കൊണ്ട് പുതുജീവൻ നൽകുന്നതുമാണ്. അതാണ് "The only real failure in life is not to be true to the best one knows" എന്ന വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം അജയന്റെ ജീവിതഗാഥ പറയുന്നത്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.